എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ മെയ് 20 തീയതി വരെ നൽകാവുന്നതാണ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലകളിലേക്കുള്ള അപേക്ഷകളും സമർപ്പിക്കാം. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് നിങ്ങൾ hscap വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനായിട്ട് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് നൽകുകയും ചെയ്യേണ്ടതും അതുപോലെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എന്താണ് ട്രയൽ അലോട്ട്മെന്റ്, എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റ്, എന്താണ് തേർഡ് അലോട്ട്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ ഒരു ട്രയൽ ആയിട്ട് നടത്തുന്ന അലോട്ട്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് മെയ് 24 തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതുപോലെ ഈ ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത്. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പരിശോധിക്കാം എങ്കിലും, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം എങ്കിലും ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ആണ്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ, അതായത് അലോട്ട്മെന്റ് പ്രോസസ് നടത്തുന്ന സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും അതുപോലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും പുതിയ ഓപ്ഷനുകൾ നൽകണമെങ്കിൽ നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് മെയ് 24 തീയതിയോടെ അറിയാൻ പറ്റും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് 2 ദിവസത്തെ സമയം കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നതിനും അതുപോലെ തന്നെ ഏതെങ്കിലും കോഴ്സ് സ്കൂൾ ഓപ്ഷൻസ് നൽകുന്നതിനും അത് ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ അപേക്ഷയിലെ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനും സാധിക്കുന്നത് ആയിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ കിട്ടണം എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. കാരണം നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്ന ശേഷം പല വിദ്യാർത്ഥികളും കൂടുതൽ സ്കൂൾ കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ ഈ ഒരു സമയത്ത് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് മെയ് 24 തീയതി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 26 തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വേണ്ട എഡിറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും പുതിയ സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും നൽകിയവ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുമുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു സമയത്ത് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ട എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്താനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഡ്മിഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അതുപോലെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകേണ്ടത് നിർബന്ധമാണ്. ഇനി എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നുള്ളത് പറയാം. ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ ആദ്യത്തെ അലോട്ട്മെന്റ് എന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ പ്രോസസ് ആരംഭിക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനോ പെർമനന്റ് അഡ്മിഷനോ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 5 ഓപ്ഷനുകളാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. 5 അല്ല, നിങ്ങൾക്ക് 10, 20, 30, 40 ഓപ്ഷൻ കൊടുത്താലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റിയാൽ, അതായത് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്നതും അതുപോലെ പഠിക്കാൻ പറ്റുന്ന സ്കൂളുകളും ആയിരിക്കണം. അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ 5 ഓപ്ഷനുകളാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ അലോട്ട്മെന്റ് കിട്ടിയാലാണ് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടത് എന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയുള്ളതെങ്കിൽ, അതായത് ഈ ഒരു അലോട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, പിന്നെ 2ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് തരാൻ പറ്റില്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, അല്ലെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ എന്നാണ് നോക്കുക. നിങ്ങൾക്ക് നൽകുന്ന നിങ്ങൾ നൽകിയ ഓപ്ഷനുകളൊക്കെ പരിശോധിച്ച് എവിടെയും തരാൻ പറ്റില്ലെങ്കിൽ അവിടെ എവിടെയും കിട്ടില്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും തരാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അല്ലെങ്കിൽ 2ാമത്തെ ഓപ്ഷനോ ഇതിന് താഴെയുള്ള 3, 4 ഈ രീതിയിൽ താഴോട്ടുള്ള മറ്റേതെങ്കിലും ഓപ്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ നേടാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ കൊടുത്തിട്ട് നിങ്ങൾ നേടുന്ന അഡ്മിഷനാണ് പെർമനന്റ് അഡ്മിഷൻ. ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സ്കൂളിൽ കൊടുക്കും, എന്നാൽ
അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊന്നും സ്കൂളിൽ നൽകുന്നതല്ല. ഇതാണ് ടെമ്പററി അഡ്മിഷനും പെർമനന്റ് അഡ്മിഷനും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് അലോട്ട്മെന്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാൻ പറ്റും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് തൃപ്തികരമാണെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ലാതെ ഹയർ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് കളയുന്നതിനും ആ ഒരു സമയത്ത് അവസരം കിട്ടും. അതായത് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾക്ക് അതിനുശേഷം ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പരിഗണിക്കേണ്ടതില്ല എങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനെ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് അഡ്മിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പെർമനന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിര പ്രവേശനം നേടണം. അത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ മറ്റ് റിസർവേഷൻ ഡോക്യുമെന്റ്സ്, അതുപോലെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SLC സർട്ടിഫിക്കറ്റ്, ഇതുപോലെ വിവിധ സർട്ടിഫിക്കറ്റുകൾ നൽകി ഫീസ് നൽകി നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ നേടണം. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏകദേശം തേർഡ് ട്രാൻസ്ഫറിന് മാത്രമാണ് പിന്നീട് സ്കൂൾ മാറ്റത്തിനോ കോഴ്സ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ജില്ല മാറ്റത്തിനോ ഒക്കെയുള്ള അപേക്ഷ, അല്ലെങ്കിൽ ജില്ലയും അതുപോലെ സ്കൂളും കോഴ്സും എല്ലാം കൂടി ഒരുമിച്ച് മാറുന്നതിനോ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള, പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സുകൾ മാത്രമേ ഒന്നാമത്തെ ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടുകയും, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റ് കിട്ടുകയും, എന്നാൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടണം, അതല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ നേടണം. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് അഡ്മിഷനാണ്, രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാൻ പറ്റും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ നിങ്ങൾ അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിലെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടും. അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയത്, എന്നാൽ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾക്ക് താല്പര്യമില്ലാതെ സ്കൂളായി അറിയാതെ കൊടുത്തുപോയതായിരുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തത് ഇഷ്ടമില്ലാത്ത കോഴ്സായിരുന്നു. അപ്പോൾ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ അലോട്ട്മെന്റ് കിട്ടുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷനിൽ അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്തു, നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു തരത്തിലുള്ള അഡ്മിഷൻ നിങ്ങൾ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഈ വർഷത്തെ +1 അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു രീതിയിലാണ്, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ സ്കൂളിൽ പോയിട്ട് എടുക്കണം. ടെമ്പറിക്കായാലും സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ ടെമ്പററി ആയിട്ട് എടുക്കണം. ടെമ്പറിക്ക് ഫീസ് കൊടുക്കേണ്ട, സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കൂളിൽ കൊടുത്താൽ മതി. പെർമനന്റ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ ഫീസും കൂടി കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് ഈ ഒരു അഡ്മിഷൻ്റെ കാര്യം വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ഇവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ, അതായത് താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഉള്ള അഡ്മിഷൻ നേടിയിട്ടില്ല, ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നീട് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ അലോട്ട്മെന്റിനായിട്ട് നിങ്ങളെ പരിഗണിക്കില്ല എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഹയർ സെക്കൻഡറി അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുത്തിയതായിട്ട് കണക്കാക്കുകയും പിന്നീട് ആ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പിന്നീട് പരിഗണിക്കുകയും ഇല്ല. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാവുക. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് വരിക. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് 5 ഓപ്ഷനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിദ്യാർത്ഥിക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ആ ഒരു വിദ്യാർത്ഥി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് ഇതിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളൊക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. പിന്നീട് ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ ഡിലീറ്റ് ചെയ്ത് ഇവിടെ പെർമനന്റ് അഡ്മിഷൻ നേടാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടാനായിട്ട് ടെമ്പററി അഡ്മിഷനിൽ തുടരാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടെമ്പററി ആയിട്ടായാലും പെർമനന്റ് ആയിട്ടും അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യം കിട്ടിയ സീറ്റ് ഇവിടെ നിന്ന് പോവുകയും പിന്നീട് പുതിയ സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് താല്പര്യമുണ്ട്, ആ ഒരു സീറ്റ് തന്നെ മതിയെങ്കിൽ നിങ്ങൾ അവിടെ പെർമനന്റ് അഡ്മിഷൻ നേടുകയും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ രീതിയിൽ ആണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിലും ഇതേ രീതിയിൽ ടെമ്പററി പെർമനന്റ് അഡ്മിഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള തരത്തിലുള്ള അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. തേർഡ് അലോട്ട്മെന്റിലും ഇതേ രീതിയിൽ തന്നെയാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് പുതിയൊരു സ്കൂളിലേക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് പോകും. പിന്നീട് ആദ്യം നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വാങ്ങി പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂൾ ഏതാണോ അവിടെ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് തേർഡ് അലോട്ട്മെന്റ് വരെ നടക്കുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവും. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല കിട്ടിയതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് മൂന്നാമത്തെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രാൻസ്ഫറിൽ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസരം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ സമർപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സിലും സ്കൂളിലും മാത്രം ഓപ്ഷനുകൾ ആദ്യ ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തുക. ഏറ്റവും അവസാനത്തെ ഓപ്ഷനുകളായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഓപ്ഷനുകൾ വേണമെങ്കിലും നൽകാവുന്നതാണ്.
നൽകുന്നതാണ്. എന്നാൽ ആദ്യം ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും സ്കൂളുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.